ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് പാറ്റേണിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ ഇതിൽ അയക്കുന്നത് 3 XXL, 1 XL, 1 XXL അങ്ങനെ 3 പാറ്റേൺ സെറ്റായിട്ടാണ് നമ്മളോട് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ടോപ്പ്, അതുപോലെ തന്നെ കൈ, അതുപോലെ പാൻറ്റ്, ഇങ്ങനെ 3 നമ്മൾ സെറ്റായിട്ട് കൊടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഫ്രണ്ട് കഴുത്തും വെക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട് കഴുത്ത് എന്നല്ല, ഫ്രണ്ടിലേക്ക് പറ്റിയിട്ടുള്ള 2 ക്യാൻവാസിൻ്റെ 2 കഴുത്തും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ല, നമ്മളിതിൽ ഫ്രണ്ട് കഴുത്തിനുള്ളതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ആം ഹോള് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോള് കുറച്ച് കുനിച്ച് വെട്ടുന്ന രീതിയിൽ അതും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനൊരു വെറും ഒരു XL ടോപ്പ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പാറ്റേൺ വെച്ചിട്ട് അളവ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ തുണി നമ്മൾ 4 ആക്കിയിട്ട് മടക്കിയിടുക. 4 ആക്കിയിട്ട് മടക്കിയിട്ടതിന് ശേഷം ആ പാറ്റേൺ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളത് വെച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമ്മളിങ്ങനെ വരച്ചെടുത്താൽ മതി. വേറൊരു അളവ് കാര്യങ്ങളും ഒന്നുമില്ല. ആ പാറ്റേൺ വെച്ചിട്ട് അതുപോലെ വരച്ചെടുക്കുക. തയ്യൽ തുമ്പ് എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ പാറ്റേൺ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ കൈക്കൂടി ഇതുപോലെ വെട്ടിയെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ബാക്ക് കൈക്കുഴി ബാക്കല്ല, ഫ്രണ്ട് കൈക്കുഴി നമുക്ക് കുറച്ച് കുനിച്ചിട്ടാണ് വെട്ടി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ളതാണ് നമ്മൾ ആ ഒരു പാറ്റേൺ ഷീറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എൻ്റെ കയ്യിൽ നിന്ന് പാറ്റേൺ മേടിച്ചിട്ട് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ തയ്ക്കണ നേരത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്, കണ്ട. അപ്പോൾ ഇതുപോലെയാണ് ടോപ്പ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. ഞാൻ കഴുത്ത് വെട്ടാത്തത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മോഡലിൽ ഓരോരുത്തർ കഴുത്ത് വെട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഴുത്ത് വെട്ടിക്കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പാറ്റേൺ വെച്ചിട്ട് ടോപ്പ് അടിച്ചതും ചുരിദാർ അടിച്ചതൊക്കെ കാണിക്കാൻ. നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ കൊടുത്തയക്കുന്നത് വെച്ചിട്ടൊന്ന് കാണിച്ചു തരികയാണ്. പിന്നെ നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് ഇതേപോലെ തുണി 4 ആക്കിയിട്ട് മടക്കിയിട്ട് ആ പാറ്റേൺ വെച്ച് കൊടുക്കുക, അളവെടുക്കുക. കണ്ട, ഇതുപോലെയാണ്. ഫ്രണ്ട് കൈക്കുഴി എപ്പോഴും നമ്മൾ കുറച്ച് കുനിച്ച് വെട്ടണം. അതിന് വേണ്ടിയിട്ട് പാറ്റേൺ നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുനിച്ച് വെട്ടിക്കൊടുത്താൽ മതി. ഉണ്ടാവും, ഒന്നിങ്ങനെ കുനിച്ചിട്ട് ഫ്രണ്ട് കൈക്കുഴി ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് കൈയിൻ്റെ പണിയുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ഒന്നും അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്. ഇനി നമുക്ക് പാൻറ്റാണ് വരേണ്ടത്. പാൻറ്റും ഇതുപോലെ തന്നെ തുണി 4 ആക്കിയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ പാൻറ്റിൻ്റെ പാറ്റേൺ വെച്ച് കൊടുക്കുക, നമ്മൾ വരച്ചു കൊടുക്കുക, കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പാൻറ്റ് വെച്ചിട്ടും അടിക്കേണ്ട പണിയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇനി പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.